എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-18 വാക്യങ്ങൾ. വെളിപ്പാട് 1:17-18. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എൻ്റെ മേൽ വച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭയപ്പെടേണ്ട. ഇത് ലോകത്തിന് സ്വർഗം നൽകുന്ന ഏറ്റവും ശക്തമായ ഒരു പോസിറ്റീവ് എനർജിയുടെ സ്രോതസ്സാണ്. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ റോമൻ ചക്രവർത്തിയായിരുന്ന ഡൊമീഷ്യൻ വളരെ ഭീകരമായ സമീപനമാണ് ക്രിസ്ത്യാനികളുടെ മേൽ വെച്ചു പുലർത്തിയത്. ദൈവത്തിന് മാത്രം അർഹമായ കർത്താവും ദൈവവും എന്ന നാമമൊക്കെ ഇയാൾ അദ്ദേഹത്തിന് വേണ്ടി എടുത്തു. ക്രിസ്ത്യവിശ്വാസികൾ വളരെയേറെ പീഡിപ്പിക്കപ്പെട്ടു. ചക്രവർത്തിയുടെ സംഹാര താണ്ഡവത്തിൽ അനവധി ആളുകൾ രക്തസാക്ഷികളായി. നേതാക്കന്മാർ അനേകർ കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെട്ടു. മറ്റു ചിലർ നാടുകടത്തപ്പെട്ടു. അന്ന് ജീവിച്ചിരിക്കുന്ന ഏക അപ്പോസ്തലൻ യോഹന്നാൻ അപ്പോസ്തലൻ പാറമടകളുടെ സ്ഥലമായ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടവനായി ഏകാന്തതയിൽ കഴിയുകയാണ്. ഈ ദ്വീപ് ടർക്കിയുടെ പടിഞ്ഞാറേ തീരത്ത് നിന്ന് 40 മൈൽ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഭീഷണിയും ഭീകരതയും നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. സാമ്രാജ്യത്തുടനീളം അതുതന്നെയായിരുന്നു. ക്രിസ്തീയ വിശ്വാസികൾക്ക് ഒരു വലിയ പരീക്ഷണ കാലഘട്ടം, നിരാശയും വേദനയും നിറഞ്ഞ സാഹചര്യം. അവിടെയാണ് ഉദ്ധിതനും മഹത്വപൂർണനും സർവാധിപതിയും ജയാളിയുമായ യേശുക്രിസ്തുവിൻ്റെ ദർശനം യോഹന്നാനുണ്ടാകുന്നത്. അങ്ങനെ ദർശനം നൽകിയ കർത്താവിൻ്റെ വാക്ക് ഇവിടെ നമ്മൾ വായിച്ചു. ഭയപ്പെടേണ്ട. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആവർത്തിച്ച് കേൾക്കുന്ന ഒരു സന്ദേശമാണിത്. ഏറെക്കുറെ 365 തവണ ഭയപ്പെടേണ്ട എന്ന വാക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പഠിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സമൂഹം പലതരത്തിലുള്ള ഫോബിയ അല്ലെങ്കിൽ ഭയത്തിന് അടിമപ്പെട്ടവരാണ്. മാരകമായ രോഗങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ, പരിസ്ഥിതി പ്രശ്നങ്ങൾ, ഇങ്ങനെ അനവധി കാര്യങ്ങൾ മനുഷ്യഹൃദയത്തിനുള്ളിൽ ഭയത്തിൻ്റെയും നിരാശയുടെയും വികാരങ്ങൾ ഉണർത്തുന്നു. ഇത്തരത്തിലുള്ള ഭയമാണ് പല ശാരീരിക രോഗങ്ങൾക്കും കാരണമായി തീരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഭയപ്പെടേണ്ട എന്നുള്ള സന്ദേശം നമുക്ക് കേൾക്കാനുള്ളത്. യെശയ്യാ പ്രവാചകനിൽ കൂടി യഹോവ കൽപ്പിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിലാണ് അത് വായിക്കുന്നത്. ദൈവസന്നിധിയിൽ നിൽക്കുന്നവനായ ഗബ്രിയേൽ മാലാഖ സക്കരിയ പുരോഹിതനോടും കന്യക മറിയാമിനോടും അരുളി ചെയ്തത് ഭയപ്പെടേണ്ട എന്നുള്ള സന്ദേശമായിരുന്നു. ആട്ടിടയന്മാർ കേട്ട ആദ്യത്തെ വാർത്തയും അതുതന്നെയാണ്. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷം. യോഹന്നാൻ അപ്പോസ്തലൻ ഉദ്ധിതനും മഹത്വവാനുമായ കർത്താവിൽ നിന്ന് കേട്ടതും അതേ വാക്ക് തന്നെ. തുടർന്ന് പറഞ്ഞ വാക്കുകൾ ക്രിസ്തുവിൻ്റെ ഔന്നിത്യം വെളിപ്പെടുത്തുന്നതാണ്. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. പഴയ നിയമത്തിൽ യഹോവ സ്വയം വെളിപ്പെടുത്തുന്നത് ഈ വാക്കുകളിൽ കൂടിയാണ്. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാൻ അല്ലാതെ ഒരു ദൈവവുമില്ല.
യെശയ്യാപ്രവാചകന്റെ പുസ്തകം 44 അധ്യായത്തിൽ. അത് വീണ്ടും ആവർത്തിക്കുന്നു. ഇസ്രായേലേ, എൻ്റെ വാക്ക് കേൾക്കുക, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. എൻ്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എൻ്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 48 അധ്യായത്തിൽ വായിക്കുന്നു. ഈ ആശയമാണ് മറ്റ് വാക്കുകളിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു. അത് ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തേതും അവസാനത്തേതുമായ അക്ഷരങ്ങളാണ്. ആൽഫയും ഒമേഗയും. ഈ പ്രസ്താവനയിൽ കൂടി കർത്താവ് എന്താണ് അർത്ഥമാക്കുന്നത്? അവിടുന്ന് പിതാവാം ദൈവത്തിന് തുല്യനും പിതാവിൻ്റെ നാമവും അധികാരവും വഹിക്കുന്നവനുമെന്നാണ്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് കർത്താവ് കൽപ്പിച്ചു, എൻ്റെ പിതാവ് സകല അധികാരവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ പിതാവിനെ അറിയുന്നതുമില്ല. ഉയിർത്തെഴുന്നേറ്റ കർത്താവ് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ അസന്നിഗ്ധമായി യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും അധികാരവും പിതാവായ ദൈവത്തിന് തുല്യമായ പദവിയും വെളിപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും കർത്താവിനെ ഒരു ചോട്ടാ ദൈവമായി മാത്രം കാണുന്ന യഹോവ സാക്ഷികളെ പോലുള്ളവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അരിയൂസിൻ്റെ വേദവിപരീതത്തിനെതിരായി സഭാപിതാക്കന്മാർ കർത്താവിനെ പറ്റി നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ പറയുന്നത് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം, ജനിച്ചവൻ, സൃഷ്ടിയല്ലാത്തവൻ, പിതാവിനോട് തുല്യമായിരിക്കുന്ന, അങ്ങനെ ഇത് ഏറ്റുപറയുന്ന നമ്മുടെ ഒരു ഫെയ്ത്ത് അഫർമേഷൻ കൂടെയാണ്. കർത്താവ് താൻ മുഖാന്തരം സകലവും നിർമ്മിക്കപ്പെട്ടു. യേശുക്രിസ്തു ആരാകുന്നു എന്ന് വിശ്വസിക്കുന്നത് ഏറ്റവും പ്രധാനമായ കാര്യമാണ്. നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം അതാണ്. ഇവിടെ കർത്താവ് നൽകുന്ന ദർശനത്തിൽ പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. കർത്താവ് മരിച്ചവനായിരുന്നു എന്ന് പറയുന്നതിന് പ്രത്യേക പ്രസക്തിയുണ്ട്. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഏഷ്യ മൈനറിൽ വ്യാപകമായി പ്രചരിച്ച ഒരു വേദ വിപരീതമായിരുന്നു ഡോസറ്റിസം എന്നുള്ളത്. ഇത് ജ്ഞാനമതത്തിൻ്റെ അല്ലെങ്കിൽ നോസ്റ്റിസിസത്തിൻ്റെ ഒരു വകഭേദമായിരുന്നു. ഇതിൻ പ്രകാരം ക്രിസ്തു ഒരു യഥാർത്ഥ മനുഷ്യനല്ല, മനുഷ്യനാണെന്ന് തോന്നുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് താൻ മരിച്ചില്ല. ജ്ഞാനമതത്തിലെ മറ്റു ചിലർ ഒക്കെ പഠിപ്പിച്ചത് ലോഗോസ് യേശുവിൽ വസിച്ചു എങ്കിലും തൻ്റെ മരണസമയത്ത് തന്നെ വിട്ടുപോയി, അതുകൊണ്ടാണ് മരിച്ചത്, അതുകൊണ്ട് മനുഷ്യനായ യേശുവാണ് മരിച്ചത്. അങ്ങനെയൊക്കെ ഒരുപാട് ദുരുപദേശങ്ങൾ അക്കാലത്ത് പ്രചരിക്കപ്പെട്ടു. ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് വികലമായ വീക്ഷണങ്ങൾ നിലനിന്ന സാഹചര്യത്തിൽ കർത്താവ് തന്നെ കൽപ്പിക്കുന്നു, ഞാൻ മരിച്ചവനായിരുന്നു. അവിടുത്തെ മരണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. എബ്രായ ലേഖന കർത്താവ് വെളിപ്പെടുത്തി മരണത്തിൻ്റെ അധിപതിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയിലായിരുന്നവരെ വിടുവിച്ചു. എബ്രായർ 2:15. ഈ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മായ്ച്ചു കളഞ്ഞു. അതുകൊണ്ട് പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശക്തമായ ദൈവ സന്ദേശം ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. ഓരോ ദിവസത്തിൻ്റെ പ്രഭാതത്തിലും ഇത് നമ്മളോട് പറയുന്നു, ഭയപ്പെടേണ്ട. സകല അധികാരത്തിൻ്റെയും ഉടയവനായ ദൈവം, സർവത്തിനെയും നിയന്ത്രിക്കുന്നവൻ, സകലതും അറിയുന്നവൻ നമ്മോട് കൂടെയുണ്ട്. യെശയ്യാപ്രവാചകനിലൂടെ ലഭിച്ച സന്ദേശവും കർത്താവ് യോഹന്നാനിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തിയതും നമുക്ക് വൃഥാവായി പോകാതിരിപ്പാൻ തക്കവണ്ണം കർത്താവിൽ പൂർണ്ണമായും ആശ്രയിക്കുകയും ദൈവവചനത്തെ ഏറ്റെടുക്കുകയും ചെയ്യാം. പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. കർത്താവിൻ്റെ കരുണയുള്ള കരങ്ങൾ ഞങ്ങളോട് കൂടെ ഇരുന്നുവല്ലോ. വീണുപോകാതെ ഞങ്ങളെ സൂക്ഷിക്കുകയും താങ്ങുകയും ചെയ്തു. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ
ഉണരുവാനുള്ള ബലം നൽകിയല്ലോ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങളെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന പലതരമായ ഭയാശങ്കകളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനുള്ള കൃപ നൽകണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്നുള്ള വചനം ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും നിർഭയത്വത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ, കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാവർക്കായും സ്തോത്രം. അവിടുത്തെ കരുണ കൂടെ ഇരുന്ന് വഴി നടത്തണമേ. പുതുവർഷം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ആയുരാരോഗ്യത്തിൻ്റെയും വർഷമാക്കി അവിടുന്ന് നൽകണമേ. യേശു മശിഹയുടെ നാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.